എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അശ്വതി നക്ഷത്രം ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികം വരാൻ വേണ്ടി ഉള്ള 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഒന്നാമത് തന്നെ അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് 1 രൂപ നാണയം പൂജിച്ച് പേശി വെക്കുക. അത് ഗണപതിയെ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ തിരുമേനിയോട് പറഞ്ഞു എൻ്റെ പേശി വെക്കാനാണ് ഗണപതി വശ്യമന്ത്രം ജപിച്ചത് തരാൻ പറയണം. ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി 1 രൂപ എന്ത് ചെയ്യണം, ചുമന്ന പട്ടിനകത്തിട്ടിട്ട് നൂലിട്ട് കിട്ടി നമ്മുടെ പേസിനകത്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ അശ്വതി നക്ഷത്രക്കാർ തലേ ദിവസം, അതായത് അശ്വതി നക്ഷത്രം വരുന്നതിൻ്റെ തലേ ദിവസം ചെന്നിട്ട് ഒരു 21 മുക്കുറ്റി കൊണ്ട് കൊടുത്തിട്ട് ഗണപതി ഹോമത്തിൻ്റെ കൂടെ ചെന്നിട്ട് നമ്മൾ അത് ചെയ്യേണ്ടത് സിംഹഗണപതി ഹോമം, അതായത് സിംഹഗണപതി ഹോമം ചെയ്തു തരാനാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന സാമ്പത്തികത്തിലൊക്കെ ഉള്ള ശത്രുക്കൾ നിമിത്തം കണ്ണ് കിട്ടുന്ന, ഇല്ലെങ്കിൽ ശത്രുദോഷം കൊണ്ട് പല ബിസിനസ്സുകളും തകരാറായി നിൽക്കുന്ന ആ ഒരു ദോഷങ്ങൾ മാറി നമ്മുടെ ബിസിനസ്സിന് അഭിവൃദ്ധി വന്ന് നമുക്ക് സാമ്പത്തികം കൈവരാൻ ഒരു രണ്ടാമത്തെ കാര്യമാണ് ഞാൻ അശ്വതി നക്ഷത്രക്കാർക്ക് പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം അശ്വതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഉപാസനമൂർത്തിയാണോ അശ്വതി നക്ഷത്രക്കാർ, ചിലപ്പോൾ ദേവിയായിരിക്കാം, കാളിയായിരിക്കാം, മുരുകനായിരിക്കാം, സുബ്രഹ്മണ്യനായിരിക്കാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തായിരിക്കും ഈശ്വരന്റെ രൂപത്തിലുള്ള ഏത് ശക്തികളാണ് നമ്മൾ ഉപാസിക്കുന്ന ആ ഉപാസനമൂർത്തിയോട് നമ്മുടെ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് നമ്മൾ ഒരു ഫോട്ടോയാണോ, ഫോട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു നെയ്ത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച്, ഒരു ചന്ദനത്തിരി കത്തിച്ച് രാവിലെ പുറത്തിറങ്ങി പ്രാർത്ഥിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ അവരവർക്ക് പൂജാമുറി കാണുമല്ലോ, അവരവരുടെ ഇഷ്ട ദൈവങ്ങൾ കാണും. അത് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കത്തിച്ച് ചൊവ്വയും വെള്ളി നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം മൂന്നാമത്തെ കാര്യമാണ് സാമ്പത്തികം കിട്ടാൻ വേണ്ടി അശ്വതി നക്ഷത്രക്കാർക്ക് പറഞ്ഞു. ഇനി നാലാമത്തെ കാര്യം, അശ്വതി നക്ഷത്രക്കാരൻ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നവഗ്രഹങ്ങൾക്ക് 9 പേർക്കും അർച്ചന ചെയ്യുക. ഈ 9 നവഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ, പല വിധത്തിലുള്ള ദോഷങ്ങളുടെ കാഠിന്യം കുറച്ച് നമ്മുടെ ജീവിതയാത്രയിൽ വിജയം കൈവരിക്കാൻ ഉത്തമമാണ്. അങ്ങനെ നമ്മുടെ പല തടസ്സങ്ങളും നീക്കി നമ്മൾ സാമ്പത്തികം വരാനുള്ള ഒരു വഴി തെളിയും. പിന്നെ അഞ്ചാമത്തെ കാര്യം, നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ജോലിക്ക് പോയിരുന്ന സാമ്പത്തികം വരിക. അപ്പോൾ നമ്മൾ അശ്വതി നക്ഷത്രക്കാരായാലും ഞാനായാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതൊരു ജോലിക്ക് പോയാലും നമുക്ക് സാമ്പത്തികം കിട്ടും. ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ ജോലിക്ക് പോയെങ്കിൽ നമുക്ക് സാമ്പത്തികം ഈശ്വരൻ തരുക. കാരണം കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരൻ ഫലം തരത്തുള്ളൂ. അപ്പം ജോലി ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, കാശ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ മടിയും മറ്റുള്ള കാര്യങ്ങളും കൂടാതെ നമ്മൾ നിത്യം ജോലിക്ക് പോകും. അപ്പം നമുക്കിന് സാമ്പത്തികം കിട്ടും. ആ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഈ വഴിപാടുകൾ. അതായത് ഇതെത്രയും ചെയ്തിട്ട് ചുമ്മാ ഇരുന്നത് സാമ്പത്തികം കൂടത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ മണ്ടന്മാരാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ ഈ പറയുന്ന യന്ത്രങ്ങളൊക്കെ എഴുതി വീട്ടിൽ വെച്ചിട്ട് ഞാനൊരു ജോലിക്ക് പോകുന്നില്ല. എനിക്ക് ഈ യന്ത്രം കൊണ്ടു തരുമെന്ന് പറയുന്നത് ഞാൻ വിഡ്ഢിയാണ് അല്ലേ. നമ്മളെന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു ജ്യോതിഷം, പൂജ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം നിത്യം ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നപ്പോൾ എനിക്ക് ഈശ്വരൻ ദക്ഷിണ കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും അവരവരുടെ ഇഷ്ടമുള്ള ഒരു ജോലിക്ക് പോകുക. അപ്പോൾ നമുക്ക് സാമ്പത്തികം കിട്ടും. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ഇത് ചെയ്തെന്ന് വെച്ച് സാമ്പത്തികം വരത്തില്ല. ഒരു ഉദാഹരണത്തിന് നമ്മൾ ചില ആൾക്കാർ പറയട്ടെ, എനിക്ക് ഞാനിനി ബ്രോക്കർ സേവനത്തിൽ നിൽക്കുകയാണ്, എനിക്ക് ഇല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഇപ്പോൾ വീട് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ബ്രോക്കർ ഫീസ് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ള മാറ്റങ്ങളൊന്നും പുള്ളിക്ക് സാമ്പത്തികം കൈ കിട്ടും. ഒപ്പം തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള, അതായത് സാമ്പത്തിക നഷ്ടങ്ങൾ വരാതെ ജീവിതത്തിൽ എപ്പോഴും ലാഭം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നത്. അപ്പം അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക ലാഭം വരാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ അശ്വതി നക്ഷത്രക്കാരും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ നിത്യേന ജോലിക്ക് പോകാൻ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. നമസ്കാരം.